സമീക്ഷയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ അല്പസമയ ചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 3 വാക്യം. അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: ആകയാൽ അവർ നിങ്ങളോട് പറയുന്നതൊക്കെയും പ്രമാണിച്ച് ചെയ്യുവൻ, എന്നാൽ അവരുടെ പ്രവൃത്തികൾ പോലെ ചെയ്യരുത് താനും. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. പണ്ടൊരു ഗ്രാമത്തില് ഒത്തിരി ജനങ്ങൾ താമസിച്ചിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു ഗ്രാമത്തിൽ അവരെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഒരു നദിയായിരുന്നു. അപ്പം വെള്ളം കുടിക്കാനായിട്ട് എല്ലാവരും ആ നദിയെയായിരുന്നു ആശ്രയിച്ചിരുന്നത്. എല്ലാവരും അവിടെ വരുന്നു, അവിടുന്ന് വെള്ളം ശേഖരിക്കുന്നു, തിരിച്ചവരുടെ ഭവനത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇത് മനസ്സിലാക്കി ആ ഗ്രാമത്തെ നശിപ്പിക്കാനായി ഒരു മന്ത്രവാദി അവിടെ വരികയാണേ. അപ്പോൾ ഈ ഒരു മന്ത്രവാദി നേരെ ആ നദിയിലേക്ക് പോയി. അവർക്കറിയാം എന്താണ്, ഈ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു സ്രോതസ്സിനെയാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആ മന്ത്രവാദി നേരെ ആ നദിയിലേക്ക് കടന്നു വന്നിട്ട് എന്തോ ഒരു പൊടിയോ എന്തോ ആണ് ആ സാധനം എടുത്ത് അവരെന്തൊക്കെയോ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ആ നദിയിലിട്ട് കലക്കുകയാണ്. എന്നിട്ട് ഇതവർ സ്വയമേ വളരെ സന്തോഷത്തോടെ പറയാണ്, എന്തായാലും ഈ വെള്ളത്തിൽ നിന്ന് അല്ലെങ്കിൽ ഈ നദിയിൽ നിന്ന് ജലം ശേഖരിച്ച് കുടിക്കുന്നവരെല്ലാം ഉടൻ തന്നെ ഭ്രാന്തന്മാരാകും. ആ കാഴ്ച എനിക്ക് എന്തായാലും സന്തോഷത്തോടെ അഭിമാനത്തോടെ കണ്ടു നിൽക്കണമെന്ന് പറഞ്ഞ് അവർ പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ. പക്ഷേ എന്തോ ഒരു ഭാഗ്യത്തിന് ഇത് മറഞ്ഞു നിന്ന് ആ ഗ്രാമവാസികളിൽ ഒരാൾ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹം ചെന്ന് ആ ഗ്രാമത്തിലുള്ള എല്ലാവരുടെ അടുത്ത് ഓടി പറയുകയാണേ, എല്ലാ വാതിലുകളും മുട്ടുന്നു, വഴിയെ കാണുന്ന എല്ലാവരോടും പറയുന്നുണ്ട്, നിങ്ങൾ ആരും ദയവേത് ആ നദിയിലെ വെള്ളം കുടിക്കരുത്, ശേഖരിക്കുകയും ചെയ്യരുത്. കാരണം ഏതോ ഒരു മന്ത്രവാദി അവിടെ വന്ന് എന്തോ ഒരു പൊടിയോ എന്തോ കലർത്തിയിട്ടുണ്ട്. എന്നിട്ട് അവർ പറയുന്നത് ഞാൻ കേട്ടു, ഇതിൽ നിന്ന് വെള്ളം കുടിക്കുന്ന എല്ലാവർക്കും ഭ്രാന്ത് പിടിക്കും, നിങ്ങൾ ആരും അങ്ങനെ ചെയ്യരുത്, കുടിക്കരുത് എന്ന് പറഞ്ഞു. ഒരു ദിവസം അവരത് കേൾക്കാം എന്ന് വിചാരിച്ചു. എന്നിരുന്നാൽ പോലും ആ വെള്ളം കുടിക്കാതെ തങ്ങൾ എവിടെ ചെന്നാണ് ജലം ശേഖരിക്കുക, തങ്ങൾക്ക് ദാഹം ശമിപ്പിക്കാനായിട്ട് സാധിക്കുക, എവിടെ നിന്ന് കുളിക്കും, ഇതൊന്നും അവർക്ക് അറിയാതെ പോയി. അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു, ഇയാളുടെ വാക്കൊന്നും കേൾക്കാതെ തിരിച്ച് നേരെ ആ നദിയിലേക്ക് തന്നെ പോയി. എന്നിട്ട് അവരതിൽ നിന്ന് തന്നെ വെള്ളം ശേഖരിക്കാനും കുടിക്കാനും അവരുടെ കാര്യങ്ങളൊക്കെയും ചെയ്യാനായിട്ട് തുടങ്ങി. ആ ജനങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് നമുക്കറിയാം. അനുപടം ഒരു കോൾ വരുന്നുണ്ട്, കോളിലേക്ക് പോകാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? എന്റെ പേര് ബോബി എന്നാണ്, നേറ്റിംഗ് വിളിക്കുന്നത്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നോ ബോബി? ഓക്കെ ബോബി, വീട്ടിലെല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? എല്ലാവരും സുഖമായിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ബോബിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: നീതീകരിച്ചവർക്ക് ലഭിക്കുന്നത് എന്താണ്? നീതീകരിച്ചവർക്ക് ലഭിക്കുന്നത് എന്താണ്? ശരി ഉത്തരമാണ് ബോബി, തേജസ്കരണം. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ ഡാഷ് പൂരിപ്പിക്കുക. ബാലൻസ് വാക്യം പറയാം. നമുക്ക് പ്രതികൂലമാർ. ശരി ഉത്തരമാണ് ബോബി, ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ നമുക്ക് പ്രതികൂലം ആര്. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? അതിനുമുമ്പായിട്ടൊരു പാട്ട് പാടുവോ? പാടിക്കോളൂ. ദൈവം തൻ മക്കളിൻ കണ്ണുനീരല്ല പൂർണ്ണമായി മാറ്റിടും നാളടുത്തിതാ. ദൈവം തൻ മക്കളിൻ കണ്ണുനീരല്ല പൂർണ്ണമായി മാറ്റിടും നാളടുത്തിതാ. ചേരുന്ന വേഗത്തിൽ കർത്തൻ സന്നിധോ പാടുന്ന നിത്യവും ഹല്ലേലൂയ. ചേരുന്നാം വേഗത്തിൽ കർത്തൻ സന്നിധോ പാടുന്നാം നിത്യവും ഹല്ലേലൂയ. നമ്മെ വീണ്ടതാ യേശുനായകൻ, വീണ്ടും വന്നിടാൻ കാലമായല്ലോ. നമ്മെ വീണ്ടതാ യേശുനായകൻ, വീണ്ടും വന്നിടാ
കാലമായല്ലോ അക്കരെ നാട്ടിലെ വാസമാകുവാൻ അൻപഴും നായകൻ വന്നിടാറാ. അക്കരെ നാട്ടിലൻ വാസമേകിടാൻ അൻപഴും നായകൻ വന്നിടാറാ. ഹലോ 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 ഹലോ, നന്നായിട്ട് പാടി കേട്ടോ. അപ്പൊ നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓ ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ദൈവം നമുക്ക് അനുകൂലമാകുന്നുവെങ്കിൽ നമുക്ക് പ്രതികൂലം ആര് എന്ന് പറഞ്ഞത് ആരാണ്? പൗലോസ്. ഉറപ്പാണോ? ഉറപ്പാണെങ്കിൽ ശരി ഉത്തരവാണ് ബോബി, പൗലോസ്. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഒരു വചനം പറയാൻ. പറഞ്ഞോളൂ. പാപത്തിന്റെ ശമ്പളം മരണം അത്രേ, ദൈവത്തിന്റെ കൃപാവരമോ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു നിത്യജീവൻ തന്നെ. റോമർ 6:23. ഓക്കെ, നല്ലൊരു വചനമാണ്. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ചോദ്യം ഇതാണ്. നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നത് ആരാണ്? യേശു ക്രിസ്തു. ഉറപ്പാണോ? ശരി ഉത്തരമാണ് യേശു ക്രിസ്തു. ഓക്കെ, ഇപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ് ബോബി. കൺഗ്രാറ്റുലേഷൻസ്. സന്തോഷായോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രോഗ്രാം കാണണേ. നമ്മളിപ്പോൾ വിളിച്ചത് ബോബി ചേട്ടനായിരുന്നു. അപ്പോൾ വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നമ്മുടെ ആ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞത് ആ ഒരു വ്യക്തി മന്ത്രവാദി പറഞ്ഞത് കേട്ട് എന്താണ് മറ്റുള്ളവരോടെല്ലാം ആ ദൂത് അറിയിക്കുകയാണ്. എന്ന് വെച്ചാൽ നിങ്ങൾ ആരും നദിയുടെ വെള്ളം കുടിക്കരുത്, അതിൽ ആ മന്ത്രവാദി എന്തോ ചെയ്തിട്ടുണ്ട്, സോ എന്തെങ്കിലും നിങ്ങൾ കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഭ്രാന്ത് പിടിക്കുമെന്ന് പറയുന്നത് ഞാൻ കേട്ടായിരുന്നു. പക്ഷെ ഈ ഒരു വാക്ക് ആരും ചെവിക്കൊള്ളാതെ ആ ഗ്രാമത്തിലുള്ള എല്ലാ ഗ്രാമവാസികളും ചെന്ന് ആ വെള്ളം കുടിക്കുകയാണ് കേട്ടോ. പതിവ് പോലെ അവർ തന്നെ ഉപയോഗിക്കുവാണ്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞതും ആ ഗ്രാമത്തിലുള്ള എല്ലാ ആൾക്കാർക്കും ഭ്രാന്ത് പിടിക്കാനായിട്ട് ആരംഭിച്ചു. ഇവർക്കെല്ലാം ഭ്രാന്ത് പിടിച്ചപ്പോൾ ഈ ഒരു വ്യക്തി, അതായത് ഈ ഒരു സത്യം മനസ്സിലാക്കിയ ആ ഒരു വ്യക്തി മാത്രം ആ വെള്ളം ഉപയോഗിച്ചില്ല. അതുകൊണ്ട് തന്നെ അയാൾക്ക് ഭ്രാന്തും പിടിച്ചില്ല. അപ്പോൾ ഈ ഭ്രാന്ത് പിടിപെടാത്ത ഈ ഒരു വ്യക്തിയെ കണ്ട് ബാക്കി എല്ലാവരും ഇവൻ ഭ്രാന്തനാണെന്ന് പറയാനായിട്ട് തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാം ഒരുപോലത്തെ ചിന്താഗതിക്കാരാണെങ്കിൽ ചിന്താഗതി വ്യത്യസ്തമുള്ളൊരു വ്യക്തിയെ കാണുമ്പോൾ നമുക്ക് എപ്പോഴും തോന്നുന്ന എന്താണ്? അയാൾ ഡിഫറെൻ്റ് ആണ്, അയാൾക്ക് എന്തോ പ്രശ്നമുണ്ട്, ഇങ്ങനെയൊക്കെ തോന്നുമല്ലേ? അതായത് മറ്റുള്ളവരെ ഫേവർ ചെയ്ത് നിൽക്കുന്നവരും നോ എന്ന് പറയാൻ ശീലിച്ചവരും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ഓട്ടോമാറ്റിക്കലി ചിന്തിക്കുക? അവളൊരു അഹങ്കാരി, അല്ലെങ്കിൽ അവനൊരു അഹങ്കാരിയാണ്, എന്ത് അഹങ്കാരത്തിലാണ് അവൾ വേണ്ട എന്ന് പറഞ്ഞേ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം എന്താണ് അവരുടെ സ്വന്തം അഭിപ്രായം തുറന്നു പറയുന്നവരോടും എന്താണ് അവർ വ്യത്യസ്തമായിട്ടുള്ളൊരു ആൾക്കാരാണ് എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഭ്രാന്തനായിട്ടുള്ള എല്ലാ മനുഷ്യരും ഭ്രാന്തില്ലാത്ത മനുഷ്യനെ കണ്ട് ഇവന് ഭ്രാന്താണ്, ഇവന് നമ്മളിൽ നിന്ന് എന്തോ വ്യത്യസ്തത ഉണ്ടല്ലോ, അതുകൊണ്ട് ഇവൻ എന്തോ തലയ്ക്ക് പ്രശ്നമുണ്ട്, ഭ്രാന്തനാണ് എന്നിങ്ങനെ മുദ്ര കുത്തുകയാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഈയൊരു പ്രഷർ താങ്ങാൻ വയ്യാതെ ആ ഒരു മനുഷ്യൻ എന്താ ചെയ്തതെന്ന് അറിയണ്ടേ? ഓക്കെ, നമുക്കൊരു കോൾ വരുന്നുണ്ട്, നമുക്ക് കോളിലേക്ക് പോയാലോ? ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ കുഞ്ഞമ്മ തോമസ്, പത്തനംതിട്ട. ഓക്കെ ആന്റി, സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. വീട്ടിലെന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷമൊന്നുമില്ല, ഞാനുമെങ്കിലേ ഉള്ളൂ, ഞങ്ങളെല്ലാം സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, മഴയൊക്കെ ഉണ്ടോ അതോ? മഴയുണ്ട്. മഴയുണ്ടല്ലേ? ഓക്കെ, പത്തനംതിട്ടന്നല്ലേ? പത്തനംതിട്ട മേക്കുഴൂർ എന്ന് പറയും ഞങ്ങളുടെ സ്ഥലം. ഓക്കെ. അപ്പൊ നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടോ? ഉണ്ട്, എല്ലാ പ്രോഗ്രാം കാണാറുണ്ട്. വളരെ സന്തോഷം ആന്റി. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മെനഞ്ഞവനോട് മെനയപ്പെട്ടത് ഈ ചോദ്യം ചോദിക്കുമോ? ചോദ്യം എന്താണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഒന്നുകൂടെ വായിക്കാം. മെനഞ്ഞവനോട് മെനയപ്പെട്ടത് ഈ ചോദ്യം ചോദിക്കുമോ? ചോദ്യം എന്താണ്? ഒരു മൺകലം അതിന്റെ നിർമ്മാതാവിനോട് ചോദിക്കുമോ, തന്റെ ഇഷ്ടം പോലെ കളിമണ്ണ് ഉപയോഗിക്കുന്നതിനും വിശേഷാവസരത്തിൽ ഉപയോഗിക്കുവാനുള്ള പാത്രവും സാധാരണ ഉപയോഗത്തിനുള്ള പാത്രവും ഒരേ പിണ്ണത്തിൽ നിന്ന് നിർമ്മിക്കുന്നതിനും വിശോധന അവകാശമില്ലേ?
എൻ്റെ ചോദ്യം എന്താണ്? ഇപ്പോൾ ഒരു പാത്രം മെനഞ്ഞെടുത്തു. അപ്പോൾ ആ മെനഞ്ഞ ആ ഒരു പാത്രം മെനയപ്പെട്ടതിനോട് അല്ലെങ്കിൽ മെനഞ്ഞവനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നീ എന്നെ ഇങ്ങനെ നിർമ്മിച്ചത് എന്തിന്? ശരി ഉത്തരവാണ് ആൻറ്റി. നീ എന്നെ ഇങ്ങനെ ചമച്ചത് എന്തിന്? അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ ആന്റിക്ക് വേണ്ടിയുള്ള രണ്ടാമത്തെ ചോദ്യം ഇതാണ്. കുശവന് അധികാരമുള്ളത് എന്തിന്മേലാണ്? കളിമണ്ണിന്മേൽ. ശരി ഉത്തരവാണ് ആന്റി, മണ്ണിന്മേൽ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് ഒരു പാട്ട് പാടുവോ? പാടിക്കോളൂ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്നോ ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. ഹലോ ആന്റി, നല്ല പാട്ടായിരുന്നു, നന്നായിട്ട് പാടി കേട്ടോ. ഓക്കെ, താങ്ക് യു. അത് നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലോട്ട് പോകാമോ? പോകാം. ചോദ്യം ഇതാണ്. ദൈവം സ്നേഹിച്ച ഇസ്ഹാക്കിന്റെ സന്തതി ആരാണ്? ദൈവം സ്നേഹിച്ച ഇസ്ഹാക്കിന്റെ സന്തതി ആരാണ്? ഇസ്ഹാക്കിന്റെ മകൻ ആരാ? നമുക്ക് ഏറ്റവും അറിയാവുന്നേ. ദൈവം സ്നേഹിച്ച ഇസ്ഹാക്കിന്റെ സന്തതി ആരാണ്? ഇസ്ഹാക്കിന്റെ സന്തതി ആരാണ്? യാക്കോബ്. ശരി ഉത്തരാണ് ആന്റി, യാക്കോബ്. ഓക്കെ, നമുക്ക് നാലാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ ആന്റി, എന്തെങ്കിലും വചനം പറയാൻ താല്പര്യമുണ്ടോ? യഹോവ എന്റെ പ്രാർത്ഥനയും യാചനയും കേട്ടുകൊണ്ട് ഞാൻ അവനെ സ്നേഹിക്കുന്നു. 116 സങ്കീർത്തനം 1 വാക്യം. ഓക്കെ, നല്ലൊരു വചനമാണ്. ഓക്കെ, നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആന്റിക്ക് വേണ്ടിയുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. പാത്രം ഉണ്ടാക്കുവാൻ മണ്ണിന്മേൽ അവകാശമുള്ളത് ആർക്കാണ്? കുശവന്. ശരി ഉത്തരാണ് ആന്റി, കുശവന്. ഓക്കെ, അപ്പൊ 4 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷമായോ ആന്റി? ഓക്കെ ആന്റി, വിളിച്ചാൽ നമുക്ക് ഒത്തിരി സന്തോഷമുണ്ട്. ഇനി നമ്മളെ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുക, പ്രോഗ്രാം കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് കുഞ്ഞമ്മ തോമസ് ആന്റി ആയിരുന്നു. ആന്റി വിളിച്ചതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വിളിക്കാനായിട്ട് ശ്രദ്ധിക്കുമല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. അപ്പോൾ ഈ ഒരു വ്യക്തി അതിൽ നിന്ന് വെള്ളം കുടിക്കാത്തത് കൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഉഷാറായിട്ട് സാധാരണ നോർമൽ പേഴ്സണായിട്ട് നടക്കുകയാണ്. പക്ഷെ ബാക്കി ഗ്രാമവാസികളെല്ലാം ഭ്രാന്തന്മാരായതുകൊണ്ട് തന്നെ ഈ ഒരു നോർമൽ പേഴ്സണെ കണ്ടപ്പോൾ, അവരുടെ ആ ഒരു ചിന്താഗതിയിൽ നിന്ന് വ്യത്യസ്തനായിട്ടുള്ളൊരു ആളിനെ കണ്ടപ്പോൾ ഇവർക്കെല്ലാവർക്കും എന്ത് തോന്നിയെന്നറിയോ? നമുക്കല്ല ഭ്രാന്ത്, അയാൾക്കാണ് ഭ്രാന്ത്. അപ്പോൾ അയാളെ കല്ലെറിഞ്ഞ് ഓടിക്കുക എന്ന് പറഞ്ഞ് എല്ലാവരും അദ്ദേഹത്തെ കല്ലെറിയാൻ തുടങ്ങി, അടിക്കാൻ തുടങ്ങി, ഉപദ്രവിക്കാൻ തുടങ്ങി. എങ്ങനെയും ഗ്രാമത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള ഒരു മനോഭാവത്തിലേക്ക് എല്ലാവരും വന്നു. ഓൾറെഡി അവർക്കെല്ലാം ഭ്രാന്താണ്. അതിൻ്റെ കൂടെ വേറൊരാളെ കണ്ടപ്പോൾ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല കേട്ടോ. അവർക്ക് ദേഷ്യം വരുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും അടിച്ച് പുറത്താക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് അവർ വരികയാണ്. ഈ ഒരു ആക്രമണം ഒന്നും സഹിക്കാൻ വയ്യാതെ എന്താ ചെയ്തതെന്നറിയാവോ? ആ ഒരു വ്യക്തി ഓടിച്ചെന്ന് ആ നദിയിലെ വെള്ളം സ്വമേധ അറിഞ്ഞുകൊണ്ട് തന്നെ അദ്ദേഹം കുടിക്കുകയാണ്. അയാൾക്കും അതുപോലെ ഭ്രാന്ത് പിടിക്കുകയാണ്. ഖലീൽ ജിബ്രാന്റെ ഒരു കഥയുടെ ഒരു ചുരുക്ക ഭാഗമാണ് ഞാനിവിടെ നിങ്ങളുടെ അടുത്ത് അവതരിപ്പിച്ചത്. അപ്പോൾ ഈ ഒരു സ്റ്റോറിയിലെ ഈ ഒരു നദി അല്ലെങ്കിൽ ഈ ഒരു നദിയിലെ വെള്ളം നമുക്ക് എന്തായിട്ട് കണക്കാക്കാം? സോഷ്യൽ മീഡിയ ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാം, എന്ത് വേണമായിട്ടും കണക്കാക്കാം. കാരണം എല്ലാവരും അതിൽ നിന്ന് ഈ ലോകത്തിലെ ലോകമോഹങ്ങളായിട്ട്, ജഡീക മോഹങ്ങളായിട്ട് കണക്കാക്കാം. അപ്പോൾ എല്ലാവരും അതിനെ ഡിപ്പെൻഡ് ചെയ്ത് അല്ലെങ്കിൽ അതിൽ നിന്ന് ഓരോന്നും ഏറ്റെടുത്ത് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോൾ ഏതെങ്കിലും ഒരു വ്യക്തി ദൈവത്തിലേക്ക് തിരിഞ്ഞു വന്നിരിക്കട്ടെ, അതായത് ദൈവത്തിൻ്റെ ചിന്തയിൽ മാത്രം നടക്കുന്നു, സോഷ്യൽ മീഡിയയിൽ നിന്നെല്ലാം മാറി നിൽക്കുന്നു, മറ്റ് സമൂഹങ്ങളിൽ നിന്നെല്ലാം എല്ലാ തെറ്റായ ചിന്തകളിൽ നിന്ന് മാറുന്നു. സോഷ്യൽ മീഡിയ എന്നല്ല,
തെറ്റായിട്ടുള്ള അതിൻ്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ ബാക്കി ലൗകിക മോഹങ്ങൾക്ക് അടിമപ്പെട്ട ആൾക്കാർ എന്തായിരിക്കും ചിന്തിക്കുക? ഇവന് ഭ്രാന്താണ്, ഇവൻ എന്തോ പ്രശ്നമുണ്ട്, ദൈവത്തിൻ്റെ പേരും പറഞ്ഞ് നടക്കുകയാണ്, ദൈവം എന്ന് പറയുന്ന ആളുണ്ട്, ഇങ്ങനെയൊക്കെയല്ലേ ചിന്തിക്കുക. അപ്പോൾ ഓട്ടോമാറ്റിക്കലി അങ്ങനെ ഒരാൾ, ഇത്രയും സൊസൈറ്റിയിലുള്ള ഒരാൾക്കാർ പോകുന്ന ആ ഒരു റൂട്ട് തന്നെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കും. എന്തിനു വേണ്ടി? മറ്റുള്ളവർ തന്നെ കളിയാക്കരുത്, കുറ്റപ്പെടുത്തരുത്, ഒറ്റപ്പെടുത്തി മാറ്റി നിർത്തരുത് എന്നുള്ള ചിന്തയോടുകൂടെ അവരും ഈ ഒരു സൊസൈറ്റിയിലേക്ക് തിരിയാനായിട്ട് കാരണമാകുന്നു. അപ്പം ദൈവത്തിൽ ഉറച്ചു നിൽക്കുന്ന ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കും കേട്ടോ. അപ്പോൾ ഈ സൊസൈറ്റിയിലേക്ക് നമുക്ക് പോകണോ, അതോ ഭ്രാന്തന്മാരുടെ കൂട്ടത്തിലേക്ക് പോകണോ, അതോ സ്വബോധമുള്ള ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കണോ എന്നുള്ള തീരുമാനമെടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ് അല്ലേ. അപ്പോൾ നമുക്കൊരു കോൾ വരുന്നുണ്ട് കേട്ടോ, നമുക്ക് ആരാന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ഇതാരാ സംസാരിക്കുന്നേ? ഞാൻ പീറ്റർ ആലപ്പുഴയിൽ നിന്നാണ്. ഓക്കെ, സുഖമായിട്ടിരിക്കുന്നു അങ്കിളെ? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടില് ഭാര്യ, 2 മക്കളാണ്. ഒരാളെ കല്യാണം കഴിച്ച് വിട്ട്. ഓക്കെ. പിന്നെ മകൻ വീട്ടിലുണ്ട്, മകളെ കല്യാണം കഴിച്ച് വിട്ട്, ഭാര്യയുണ്ട്. ഓക്കെ ഓക്കെ, ശരി. അപ്പോൾ അങ്കിൾ എന്ത് ജോലിയാ ചെയ്യുന്നേ? ഞാനിപ്പോ ജോലിയൊന്നും ചെയ്യുന്നില്ല. ആഹാ, ഇപ്പൊ വീട്ടിലാണ്, റിട്ടയർഡ് ആണ്. അതെ. ഓക്കെ, അപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. വേറെ എന്തൊക്കെയുണ്ട് വിശേഷം? ക്ലൈമറ്റ് ഒക്കെ എങ്ങനെയാ? ചൂടാണോ തണുപ്പാണോ? ഇവിടെ ഇച്ചിരി മഴയൊക്കെ ഉണ്ട്. മഴയൊക്കെ ഉണ്ട്. ഓക്കെ, നമ്മുടെ പ്രോഗ്രാം കാണാറുണ്ടല്ലോ? ഏതോ പ്രോഗ്രാം കാണാറുണ്ടല്ലോ? പ്രോഗ്രാം കാണാറുണ്ട്. പ്രോഗ്രാം ഇപ്പൊ വെച്ചിരിക്കുകയായിരുന്നു. എന്തോ പ്രോഗ്രാം ഇപ്പൊ കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, സന്തോഷം അങ്കിളെ. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോകാം. ആദ്യത്തെ ചോദ്യത്തിലോട്ട് പോവാം. ഓക്കെ, അപ്പൊ അങ്കിളിന് വേണ്ടിയുള്ള ആദ്യത്തെ ചോദ്യം ഇതാണ്: ആരിൽ നിന്ന് ജനിക്കുന്നവരെയാണ് അബ്രഹാമിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടുന്നത്? അബ്രഹാത്തിന്റെ സന്തതി ആയതുകൊണ്ട് അവരെല്ലാം മക്കളായിരിക്കണമെന്നില്ല. ഇസാക്ക് വഴിയുള്ളവരായിരിക്കും ഇതിന്റെ സന്തതികളായി അറിയപ്പെടുക. ഓക്കെ, ശരി ഉത്തരവാണങ്ങളെ, ഇസഹാക്കിൽ നിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലോട്ട് പോകാം. ഓക്കെ, അപ്പൊ അങ്കിളിന് വേണ്ടിയുള്ള രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: സന്തതിയായി കണക്കാക്കുന്നത് ആരെയാണ്? അതായത് വംശമുറത്തുള്ള മക്കളല്ല, ദൈവത്തിന്റെ മക്കൾ, പ്രത്യേക വാഗ്ദാന പ്രകാരം ജനിച്ചവരാണ് യഥാർത്ഥ മക്കളായി കണക്കാക്കപ്പെടുന്നത്. ശരി ഉത്തരവാണങ്ങളെ, വാഗ്ദത്ത പ്രകാരം ജനിച്ച മക്കളെ. ഓക്കെ, നമുക്ക് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം. അതിനു മുമ്പായിട്ട് 2 ചോദ്യങ്ങൾക്കും ശരി ഉത്തരം പറഞ്ഞ സന്തോഷത്തില് ഒരു പാട്ട് പാടിയാലോ? പാട്ട് എനിക്ക് പാടാൻ ഞാൻ പിന്നോട്ടാണ് ഇച്ചിരി. അതിന് ആണോ? എന്റെ സൗണ്ട് അതിന് പറ്റിയതല്ല. ഞാൻ ചർച്ചിലൊക്കെ നിൽക്കുമ്പോ ഇങ്ങനെ അതിന്റെ കൂടെ പാടും. ഓക്കെ, സാരമില്ലങ്ങളെ. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അപ്പൊ അങ്കിളിന് വേണ്ടിയുള്ള മൂന്നാമത്തെ ചോദ്യം ഇതാണ്: അബ്രഹാം സാറ ദമ്പതികൾക്ക് ലഭിച്ച വാഗ്ദത്ത വചനം എന്തായിരുന്നു? വാഗ്ദാനം ഇതാണ്: ഒരു നിശ്ചിത സമയത്ത് ഞാൻ വരും, അന്ന് സാറയ്ക്ക് ഒരു മകൻ ഉണ്ടായിരിക്കും. ശരി ഉത്തരവാണങ്ങളെ, ശരി ഉത്തരവാണ്. നിശ്ചിത സമയത്ത് ഞാൻ മടങ്ങി വരും, അപ്പോൾ സാറായിക്ക് ഒരു മകൻ ഉണ്ടാകും. അപ്പൊ നമുക്ക് 3 ചോദ്യങ്ങൾ അങ്കിൾ ശരിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനി ഒരൊറ്റ ചോദ്യം കൂടെ അവശേഷിക്കുന്നുള്ളൂ. അതിനു മുമ്പായിട്ട് അങ്കിൾ എന്തെങ്കിലും ചെയ്യിക്കാതെ വിടുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് അങ്കിൾ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു വിഷയം എന്ന് വെച്ചാൽ, ഈ ഒരു ജനറേഷനിലെ കുട്ടികളായാകട്ടെ മുതിർന്നവരാകട്ടെ വചനത്തെക്കാളും പ്രാർത്ഥനയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സോഷ്യൽ മീഡിയയ്ക്കാണ് അല്ലേ? മൊബൈൽ ഫോൺ, സോഷ്യൽ മീഡിയ, ആ ഒരു പ്ലാറ്റ്ഫോമിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പം ഇതിനോട് അങ്കിളുടെ അഭിപ്രായം എന്താണ്? എങ്ങനെ അവരെ തിരിച്ച് ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കും? സോഷ്യൽ മീഡിയ നല്ലത് തന്നെയാണ്, ഉപയോഗങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷേ അമിതമായിട്ട് ഉപയോഗിച്ചാൽ എന്തായാലും നമുക്ക് ദോഷമായിട്ട്, നെഗറ്റീവായിട്ടേ ഭവിക്കുകയുള്ളൂ അല്ലേ? അപ്പോൾ എങ്ങനെ ആ മക്കളെ ആയാലും മുതിർന്നവരെ ആയാലും തിരിച്ച് ദൈവത്തിലേക്ക് കൊണ്ടുവരാം, അങ്കിളിൻ്റെ ഒരു അഭിപ്രായം വെച്ച്?
അത് ഗൈഡിങ് ആണ് ഏറ്റവും നല്ലൊരു നിർദ്ദേശമായിട്ട് പറയാനുള്ളത്. ഉം. സഭയിലായാലും നമ്മുടെ സൺഡേ ക്ലാസ്സുകളിലാണെങ്കിലും ഉം. അതിനുവേണ്ടി വികാരി അച്ഛൻ തൊട്ട് താഴോട്ട് ഒരു ഗൈഡൻസ് ഉണ്ടാകണം. യുവാക്കളെ നമ്മളുടെ ഒരു ചട്ടക്കൂടിലൂടെ അവരെ മുന്നോട്ട് നയിക്കുവാൻ പിന്നെ നമ്മുടെ തിരുനാളായാലും നമ്മുടെ പള്ളിയുടെ പ്രവർത്തനങ്ങളായാലും നമ്മുടെ യേശുവിന്റെ സന്ദേശം അവരുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുന്ന രീതിയിലായിരിക്കണം നമ്മളെ പ്രവർത്തനം. ഒരു തിരുനാൾ ഘോഷയാത്ര പോയാൽ പോലും നമ്മുടെ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടത് പോകാൻ ഇപ്പോൾ ഉള്ളവർ തയ്യാറാകുന്നില്ല. അതെ, അവരെ പ്രാപ്തരാക്കുന്നില്ല. അത് മുകളിൽ നിന്ന് താഴത്തോട്ടാണ് അതിനുവേണ്ടി ക്ലാസ്സുകൾ വരേണ്ടത്. അന്നേരം അങ്ങനെ ഓരോ സ്ഥലത്തിലേക്ക് പോകാൻ നേരത്തും കുടുംബത്തിലേക്ക് പോകാൻ നേരത്തും ഒരു 6 മണി 7 മണി സമയമാകുന്ന നേരത്ത് പ്രാർത്ഥന ചൊല്ലണം. നമ്മൾ ദൈവത്തെ തിരിച്ചറിയണം. നിന്റെ ആഗ്രഹമോ പ്രവൃത്തിയോ അല്ല, ദൈവത്തിന്റെ ദയയാണ് എല്ലാത്തിന്റെ അടിസ്ഥാനമെന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിലൊരു സന്ദേശമാണ് അവരുടെ ഹൃദയത്തിൽ എത്തിച്ചേരേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. അതെ, തീർച്ചയായിട്ടും കുഞ്ഞു കുട്ടികൾക്ക് വലിയ അറിവില്ല. എന്ന് വെച്ചാൽ ഇതിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് വിശ്വാസ ജീവിതത്തിൽ നിന്ന് പുറകോട്ട് വലിക്കുന്ന ഘടകമാണ് ഇതെന്നുള്ളത്. പക്ഷേ അത് അറിവുള്ള മുതിർന്നവരായിട്ടുള്ള നമ്മൾ അതിന് മാതൃകയാവണം, അല്ലേ? തീർച്ചയായിട്ടും നമ്മൾ മൊബൈൽ ഫോൺ മാറ്റി വെക്കുമ്പോൾ അവർക്ക് ഓട്ടോമാറ്റിക്കലി തോന്നുന്നത് എന്തോ ഒരു പ്രശ്നമാണ്, അപ്പോൾ അധികം യൂസ് ചെയ്യാൻ പാടില്ല എന്ന് തോന്നും. അപ്പോൾ നമ്മൾ അതിൽ മുൻപോട്ട് എന്താണ് കുട്ടികൾ അതിൽ നിന്ന് മാറ്റി ദൈവവചനം പഠിപ്പിക്കുകയും അതിലൂടെ അവരെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് ശ്രമിക്കാം. പിന്നെ അവരുടെ തീരുമാനമാണ്, അല്ലേ? അതെ, അതിനുള്ള ഒരു വഴി ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം യഥാർത്ഥം. ഓക്കെ അങ്കിളെ, താങ്ക് യു കേട്ടോ, നല്ലൊരു ചിന്ത പങ്കുവച്ചതിന്. അപ്പൊ നമുക്ക് അവസാനത്തെ ചോദ്യത്തിലോട്ട് പോയാലോ? തീർച്ചയായും പോവാം നമുക്ക്. ഓക്കെ, അപ്പൊ അങ്കിളിന് വേണ്ടിയുള്ള അവസാനത്തെ ചോദ്യം ഇതാണ്: വാഗ്ദത്ത വചനപ്രകാരം ഒരു മകൻ ഉണ്ടാകുന്നത് ആർക്കാണ്? സാറായ്ക്കാണ് നമ്മളിവിടെ പ്രതിപാദിക്കുന്നത്. അതെ, ശരി ഉത്തരമാണെങ്കിലേ സാറായ്ക്ക്. ഓക്കെ, അപ്പൊ 4 ചോദ്യത്തിനും ശരി ഉത്തരം നൽകിയിരിക്കുകയാണ്. സന്തോഷമായോ? സന്തോഷമായി, താങ്ക് യു. ഓക്കെ അങ്കിളെ, വിളിച്ചതിൽ വളരെ സന്തോഷം. വൈഫിനെ മക്കളെയൊക്കെ അന്വേഷിച്ചതായിട്ട് പറയണം. പറയാം. ഓക്കെ അങ്കിളെ, വളരെ നന്ദി. അപ്പോൾ നമ്മളിപ്പോൾ വിളിച്ചിരുന്നത് പീറ്റർ അങ്കിളായിരുന്നു. അങ്കിൾ വിളിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി വിളിക്കുക, സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ പ്രോഗ്രാം കാണുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റോറിയിലേക്ക് മടങ്ങി വരാം. നമ്മൾ ഇത്രയും നേരം ചിന്തിച്ച എന്തായിരുന്നു? ഒരാൾ വ്യത്യസ്തനായിട്ട് ഇരിക്കുകയാണെങ്കിൽ സമൂഹം പറയുക അവൻ എന്തോ പ്രശ്നമുണ്ട്, തലയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, ഇങ്ങനെ തന്നെയായിരിക്കും പറയുകയല്ലേ. ഇപ്പം എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നൊരു എന്താണ്, ഇപ്പോൾ ഒരുപാട് പേര് കൂടിയിരിക്കുന്നുണ്ട്, ആരെങ്കിലും ഒരു അഭിപ്രായം പറയുകയാണ്, എല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മൾ പറയുകയാണ്, അല്ലെങ്കിൽ ഇപ്പം ഞാൻ എഴുന്നേറ്റ് പറയുകയാണ്, ഇല്ല അത് നടക്കത്തില്ല, അതെന്തോ ഒരു തെറ്റായ തീരുമാനമാണ് എന്ന് പറയുമ്പോൾ ഇത്രയും അനുകൂലിച്ച ആൾക്കാരും അവിടെ ആ ഒരു സജഷൻ വെച്ച ആളും നമ്മളെ ശത്രുവായിട്ട് തന്നെ കാണുകയുള്ളൂ, അല്ലേ? അതിന് ശേഷമേ അവർ ചിന്തിക്കാൻ തുടങ്ങുകയുള്ളൂ, അവൾ എന്തുകൊണ്ട് നോ പറഞ്ഞു. അങ്ങനെ ചിന്തിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഉപരി അവർ മിക്ക സ്ഥലത്തും അവർക്ക് എന്തോ പ്രശ്നമുണ്ട്, ബാക്കി എല്ലാവർക്കും സമ്മതിക്കാമെങ്കിൽ ആൾക്ക് എന്താ സമ്മതിച്ചാൽ കുഴപ്പം, ഇങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. പക്ഷെ ദൈവവചനം നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? മറ്റുള്ളവരെ പറയുന്നത് പ്രമാണിച്ച് ചെയ്യുക, അല്ലേ? അപ്പോൾ യേശു ഇത് ശിഷ്യന്മാരോടും മറ്റ് ജനങ്ങളോടും പറഞ്ഞതാണ്. അവിടുത്തെ പ്രമാണികളും അല്ലെങ്കിൽ അവിടെ ഉള്ള എന്താണ് ഒരുപാട് വലിയ വലിയ ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവരെല്ലാം പറയുന്നത് നിങ്ങൾക്ക് പ്രമാണിച്ച് ചെയ്യാം, പക്ഷേ അവരുടെ പ്രവൃത്തികൾ ചെയ്യരുത് താനും. അവർ പ്രവർത്തിക്കുന്നത് എന്താണോ അത് മാതൃകയാക്കാതെ അവർ പറയുന്നത് നിങ്ങൾക്ക് ചെയ്യാം. ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടേതായിട്ടുള്ള പ്രവൃത്തിയിൽ നമുക്ക് ചെയ്യാം എന്നാണ് അവിടെ യേശു ഉദ്ദേശിക്കുന്നത് കേട്ടോ. അതായത് അവർ പറയുന്ന നല്ല കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, അത് അക്സെപ്റ്റ് ചെയ്യാം, നിങ്ങൾക്ക് അത് പ്രവൃത്തിയിൽ കൊണ്ടുവരാം. എന്നാൽ അവരുടെ ദുഷ്പ്രവൃത്തികൾ നിങ്ങൾ ഒരിക്കലും ഇമിറ്റേറ്റ് ചെയ്യരുത്, അനുകരിക്കരുത് എന്നാണ് യേശു ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലേക്ക് വന്നാലോ? അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലേ, പക്ഷെ അതിനെ മിസ്യൂസ് ചെയ്യുന്ന
ഒത്തിരി ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ തന്നെയുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കടക്കാനായിട്ട് സാധിക്കുന്നത്? നമുക്ക് തീർച്ചയായിട്ടും എല്ലാത്തിനെക്കുറിച്ച് അറിവ് വേണം, സോഷ്യൽ മീഡിയ വേണം, അല്ലെങ്കിൽ നമുക്ക് TV വേണം, കമ്പ്യൂട്ടർ വേണം, ലാപ്പ് വേണം, എല്ലാം വേണം. പക്ഷേ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ളതും നല്ല നല്ല അറിവുകളും മാത്രം നമ്മൾ ശേഖരിച്ച് ചീത്തയായിട്ടുള്ളതിന് നോ പറയാനായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കഴിയണം. കാരണം ദൈവത്തിന് ഇഷ്ടമില്ലാത്തത് നമുക്കും വേണ്ട എന്നുള്ള ആ ഒരു ഉറച്ച ഡിസിഷൻ നമുക്ക് എടുക്കാൻ സാധിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ അനുഗ്രഹവും വഴി നടത്തിപ്പും നമ്മുടെ കൂടെ എന്നും ഉണ്ടാകും. അപ്രകാരം നല്ലൊരു ജീവിതം നയിച്ച് ദൈവസന്നിധിയിലെത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം സഹായിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വചന സമീക്ഷയുടെ അധ്യായം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഏവർക്കും നന്ദി.